നിയന്ത്രണ രേഖയെക്കുറിച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കമാണ് ഇപ്പോൾ സംഘർഷത്തിലെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് സൈനിക തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ചർച്ചകൾ നടത്തുകയുണ്ടായി. ഒടുവിൽ അതിർത്തി വിഷയത്തിൽ ഇന്ത്യ കർശന നിലപാട് സ്വീകരിച്ചതോടെ പ്രശ്നത്തിൽ സമവായമെത്തിയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈന. ഇന്ത്യയുമായി ഇനിയൊരു പ്രശ്നമില്ലെന്ന് ചൈനീസ് വക്താവ് ഔദ്യോഗികമായി വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ഇനിയും ചർച്ചകൾ തുടരും. സൈനിക തല ചർച്ചകളിൽ നിലവിലത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. സൈനിക ചർച്ചയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ആവശ്യം അംഗീകരിച്ച് നിയന്ത്രണ രേഖയിൽ നിന്ന് 2.5 കിലോമീറ്ററോളം ചൈനീസ് സൈന്യം പിന്മാറിയിരുന്നു. വിഷയത്തിൽ കർശന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആവശ്യമെങ്കിൽ ആദ്യം ആക്രമിക്കാനും തയ്യാറാണെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ചൈന സമ്മർദ്ദത്തിലായി. ആദ്യം ഇന്ത്യയുടെ ആവശ്യത്തെ എതിർത്ത ചൈന പിന്നീട് നിലപാട് മാറ്റിയത് എങ്ങനെയാണെന്ന ചോദ്യം ഉയരുകയാണിവിടെ. ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്താൻ എന്ത് അസ്ത്രമാണ് ഇന്ത്യ തൊടുത്തതെന്ന് അത്ഭുതപ്പെടുത്തുകയാണ്. ഗാൽവാൻ ഏരിയയിൽ നിന്ന് 2.5 കിലോമീറ്ററാണ് പീപ്പിൾ ലിബറേഷൻ ആർമി പിന്നോട്ട് പോയത്. സൈനിക തല ചർച്ചയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ആവശ്യവും ഇതായിരുന്നു. ചൈന സൈന്യത്തെ പിൻവലിച്ചതോടെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ സജ്ജമാക്കിയ ചില സൈനിക സംഘങ്ങളെയും പിന്നോട്ട് വലിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ലഡാക്കിലെ നിയന്ത്രണ രേഖയ്ക്കിപ്പുറത്ത് കയ്യേറിയ സ്ഥലത്ത് നിന്ന് പിന്മാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം ശനിയാഴ്ച നടന്ന സൈനിക ഉദ്യോഗസ്ഥ തല ചർച്ചയിൽ ചൈന തള്ളിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ വിവാദമായിട്ടുള്ള ഗൽവാൻ താഴ്വരയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ചൈന തയ്യാറായില്ലെന്നുമാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ചൈനയുടെ അയവില്ലാത്ത നിലപാട് മൂലമാണ് ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന പോലും ഇറക്കാതിരുന്നതെന്ന ആരോപണവും ഉയർന്നിരുന്നു. ചർച്ച പരാജയമാണെന്നും അതിർത്തി പ്രശ്നത്തിൽ ചൈനയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തേണ്ടി വരുമെന്നുമുള്ള പ്രവചനങ്ങൾ നിലനിൽക്കെയാണ് പെട്ടെന്ന് വിപരീതമായ വാർത്തയെത്തുന്നത്. പ്രതിരോധ മേഖലയിലെ റിപ്പോർട്ടുകൾ കൊണ്ട് പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് ശനിയാഴ്ച നടന്ന സൈനിക ഉദ്യോഗസ്ഥ തല ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഗൽവാൻ മേഖലയും പാങ്കോങ് ടീസോ മേഖലയും തങ്ങളുടേതാണെന്ന നിലപാടാണ് അന്ന് ചൈന സ്വീകരിച്ചത്. പിന്നെ ഇപ്പോഴെങ്ങനെ ഈ വിഷയത്തിൽ ചൈനയ്ക്ക് മനമാറ്റമുണ്ടായി എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര ഗവൺമെന്റിനും ഇന്ത്യൻ സൈനിക തലവന്മാർക്കും നൽകേണ്ടതുണ്ട്. ഇന്ത്യ ചൈന അതിർത്തിയിൽ മഞ്ഞുരുകുന്നത് ദിവസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് അയവ് വരുത്തുകയാണ്. ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ ചൈന മുട്ടുകുത്തി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം നടന്ന ഉന്നത സേനാ കമാൻഡർമാരുടെ കൂടിക്കാഴ്ചയിലുണ്ടായ ധാരണപ്രകാരമാണ് സംഘർഷത്തിന് അയവ് വന്നത്. മെയ് മാസത്തിൽ ചൈന നടത്തിയ കയ്യേറ്റ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഏപ്രിലിലെ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്ന് ശനിയാഴ്ചയിലെ ചർച്ചയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും ചൈന അംഗീകരിച്ചില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഗൽവാൻ നദിയുടെ തീരപ്രദേശം മുഴുവൻ തങ്ങളുടേതാണെന്ന നിലപാടാണ് ചൈന യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഇന്ത്യക്ക് വേണ്ടി ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗും ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമിക്ക് വേണ്ടി ലിയോ ലിനുമാണ് അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചിരുന്നു. വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് ശേഷമാണ് ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. ഇതനുസരിച്ച് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ 3 മണിക്കൂറോളം ചർച്ച ചെയ്തതിന് ശേഷമാണ് പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. തർക്കമുള്ള 5 പ്രദേശങ്ങൾ ഇരുഭാഗവും കണ്ടെത്തിയെന്നാണ് സർക്കാരിന്റെ പ്രതികരണത്തിലുള്ളത്. ഇതിൽ ചുസുൾ, പാങ്കോങ് കായലിൻ്റെ വടക്കൻ തീരം, പിന്നെ 3 പെട്രോളിംഗ് പോയിന്റുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഗൽവാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ചൈന തയ്യാറായിരുന്നില്ല. ചർച്ചയിൽ ഗൽവാൻ മേഖല പണ്ട് മുതലേ തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന നിലപാടാണ് ചൈനീസ് പട്ടാളം സ്വീകരിച്ചത്. ഇതിനു മുമ്പ് ഇതൊരു സംഘർഷ പ്രദേശമായിരുന്നില്ല. ഇപ്പോഴാണ് ഈ മേഖലയിൽ ചൈന പൂർണ്ണമായ അവകാശവാദം ഉന്നയിക്കുന്നത്. ഷ്യോക്ക് ഗാൽവൻ നദീപ്രദേശത്ത് ഇന്ത്യ നിർമ്മിച്ച 1 കിലോമീറ്റർ നീളമുള്ള റോഡ് ചൈനീസ് പ്രദേശത്തേക്കുള്ള അതിക്രമമായിട്ടാണ് അവർ ചർച്ചയിൽ നിലപാടെടുത്തത്. ഇന്ത്യ ആ റോഡ് വികസിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ചൈന ചർച്ചയിൽ ആരോപിച്ചു. ഈ ആരോപണം ഒരു വാക്ക് തർക്കത്തിലേക്ക് നയിക്കുകയും ചർച്ച വഷളാവുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു.
ഗൽവാൻ നദീതീരത്തോട് ചേർന്ന് നിയന്ത്രണ രേഖയോട് ചേർന്ന് ചൈന റോഡ് നിർമ്മിക്കുന്ന കാര്യം ഇന്ത്യ ചർച്ചയിൽ ഉന്നയിച്ചത് ഇതിന് ശേഷമാണ്. അത് തങ്ങളുടെ ഭൂമിയാണെന്നും റോഡ് നിർമ്മിക്കുന്നതിൽ ആക്ഷേപമുണ്ടാകേണ്ട കാര്യമില്ലെന്നുമുള്ള നിലപാടാണ് ചൈന സ്വീകരിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. ഇന്ത്യയുടെ ഗോഗ്ര പോസ്റ്റിന് സമീപം സൈന്യത്തെ വിന്യസിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയുടെ പരാതിയിൽ ചൈന ഒന്നും പ്രതികരിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണ രേഖയിൽ ഗോഗ്രയ്ക്കും ഹോട്ട് സ്പ്രിംഗ് പ്രദേശത്തിനുമിടയിൽ റോഡ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ചൈനയൊന്നും പ്രതികരിച്ചില്ല. ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാങ്കോങ് മേഖലയിൽ നടത്തിയ ആക്രമണം ശരിയായില്ലെന്ന് സമ്മതിച്ച ചൈന, പക്ഷേ അത് നിയന്ത്രണ രേഖയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം ചൈനീസ് അതിർത്തിയിലേക്ക് കടന്നതുകൊണ്ടാണെന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിഭീകരമായ ആക്രമണമാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുമ്പ് പുറത്തുവന്ന വാർത്തകളെ നിഷ്ഭ്രമമാക്കുന്ന വിവരങ്ങളാണ് പുതുതായി പുറത്തു വന്നിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായ താക്കീതുമായി രംഗത്ത് വന്നിരുന്നു. ലഡാക്ക് പ്രവിശ്യയിലുള്ള ചൈനയുടെ അധിനിവേശ ശ്രമങ്ങൾ അനുവദിച്ചു തരില്ല. രാജ്യം ഇതിനോട് ഇനിയും നിശബ്ദത പാലിക്കില്ല. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ഇളവും ഉണ്ടാകില്ല. കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്നും കേന്ദ്രമന്ത്രിമാർ താക്കീത് നൽകി. രാജ്യത്തിനെതിരെ നീക്കം നടത്തിയാൽ അവരുടെ അതിർത്തിക്കുള്ളിൽ കടന്ന് അവരെ ആക്രമിക്കാൻ ഇന്ത്യക്ക് ഒരു മടിയുമില്ല. ഉറി, പുൽവാമ ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ നമ്മൾ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ കടന്ന് അവർക്ക് മറുപടി നൽകിയതും ഓർമ്മയിരിക്കട്ടെ എന്ന താക്കീതും കൂടെ നൽകിയിരുന്നു. ഇതിനിടെയാണ് ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ച് ചൈനീസ് പ്രതിരോധ വിദഗ്ധൻ രംഗത്ത് വന്നത്. ചൈനീസ് പ്രസിദ്ധീകരണമായ ദ പേപ്പറിലാണ് പ്രതിരോധ വിദഗ്ധനായ ഹുവാങ് ഗുവോഷി ലേഖനമെഴുതിയിരിക്കുന്നത്. ദുർഘടമായ മലനിരകളിലും പീഠഭൂമികളിലും യുദ്ധം ചെയ്ത് പരിചയമുള്ള ഏറ്റവും മികച്ച സൈന്യം ഇന്ത്യയുടേതാണെന്നാണ് ഗുവോഷി ലേഖനത്തിൽ പറയുന്നത്. പീഠഭൂമികളിലും മലനിരകളിലും പരിചയമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം അമേരിക്കയുടെയോ റഷ്യയുടെയോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൻ്റെയോ അല്ല. ഇന്ത്യൻ സൈന്യമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും മികച്ചതും പരിശീലനം സിദ്ധിച്ചതും. ഇന്ത്യയുടെ മൗണ്ടൻ ബ്രിഗേഡിനെ കുറിച്ച് ഗുവോഷി പരാമർശം നടത്തി. 12 ഡിവിഷനുകളിലായി 2 ലക്ഷം സൈനികരുള്ള ഇന്ത്യയാണ് പർവ്വത യുദ്ധത്തിൽ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവും. വിദഗ്ധരായ പർവ്വതാരോഹകരെ ഇന്ത്യൻ സൈന്യത്തിൽ ചേർത്തിട്ടുണ്ട്. 50,000 വരുന്ന സ്ട്രൈക്ക് ഫോഴ്സുമുണ്ട് ഇന്ത്യക്ക് എന്നുകൂടി ഗുവോഷി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ഇന്ത്യൻ സൈന്യം കാവൽ നിൽക്കുന്നു. 6749 മീറ്റർ മുകളിലാണ് അതിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ്. ഇത്തരം യുദ്ധഭൂമികളിൽ ഒരു സൈനികന് തണുപ്പിൽ നിന്ന് മാത്രമല്ല പൾമണറി എഡിമ പോലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടേണ്ടതുണ്ട്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയ M77 ഹവിസ്റ്ററും അപ്പാഷെ ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ കരസേനയ്ക്കുണ്ടെന്നത് നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യവും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. മൊത്തം 5 തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം വധിച്ച റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിലാണ് 3 തീവ്രവാദികളെ കൂടി സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചത്. ഇതോടെ രാവിലെ മുതൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ച ഭീകരർ 5ആയി മാറുകയായിരുന്നു. ഷോപ്പിയാനിലെ സുഗുഹെന്തമ പ്രദേശത്തായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. സംഭവം ഇന്ത്യൻ സേനാ ക്യാമ്പിൽ പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ്. ഷോപ്പിയാനിലെ പ്രദേശത്ത് നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് തീവ്രവാദികളെ കണ്ടെത്തിയത്. സൈന്യത്തിന് നേർക്ക് തീവ്രവാദികൾ വെടിയുതിർത്തതോടെ തിരിച്ചടിക്കുകയായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.